ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ സംഘടനകളും അവയുടെ സ്ഥാപകരുമാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആർക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. SNDPയുടെ സ്ഥാപകൻ ആരാണെന്നറിയാമോ? SNDPയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആരാണ് SNDPയുടെ സ്ഥാപകൻ? ആൻസർ ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ NSSന്റെ സ്ഥാപകൻ, NSS എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ആൻസർ സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠം സ്വാമികൾ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആൻസർ വൈകുണ്ഠം സ്വാമികളാണ്. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. അതുപോലെ തന്നെ ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആൻസർ ബ്രഹ്മാനന്ദ ശിവയോഗി. അതുപോലെ തന്നെ ഈഴവ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? TK മാധവൻ. ഈഴവ സമാജം സ്ഥാപിച്ചത് ആരാണ്? TK മാധവനാണ്. അതുപോലെ തന്നെ ആത്മവിദ്യാസംഘത്തിന്റെ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആൻസർ വാഗ്ഭടാനന്ദനാണ്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ആനന്ദതീർത്ഥൻ. ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ആനന്ദതീർത്ഥനാണ്. ഐക്യ കേരള മുസ്ലിം സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ് എന്ന് സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ സന്യാസ സഭ സ്ഥാപിച്ചത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. അതുപോലെ പറയുകയാണെങ്കിൽ ഈഴവ മഹാസഭ മലബാർ എക്കണോമിക് യൂണിയൻ എന്നിവയുടെ സ്ഥാപകൻ ആരാണ്? മലബാർ എക്കണോമിക് യൂണിയന്റെയും ഈഴവ മഹാസഭയുടെയും സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. അപ്പം നമ്മൾ കേരളത്തിലെ പ്രമുഖ സംഘടനകളും അവയുടെ സ്ഥാപകരെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഇതൊക്കെ ഓരോന്നും വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ പല വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംഘടനകളും സ്ഥാപകരും പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നതാണ്. നമ്മളിലുള്ള ചെറിയ അറിവുകൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ അവർക്ക് പ്രയോജനമായി മാറിക്കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് സമയക്കുറവുണ്ട്. സമയം തീരെയുള്ള ഒരാളല്ല ഞാൻ. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ദിവസം ഒരു വീഡിയോ വെച്ച് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ കൊണ്ട് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ ബുക്കിലോ ഡയറിയിലോ കുറിച്ച് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഉപകാരപ്പെടും. എവിടെ ഉപകാരപ്പെടും? പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെട്ടേക്കാം.